ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ ഷാർജയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായി വീഡിയോയിൽ ഇട്ടിട്ട് നാട്ടിൽ വന്നാൽ പിന്നെ ചെറിയൊരു മടിയെല്ലാം പിടിക്കും കേട്ടോ അങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ഡിലേ ആയി. ഞാനിപ്പോൾ വന്നിട്ട് തന്നെ ഏകദേശം ഒരു മാസം ആവാനായിട്ടാ. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റാക്കി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് തന്നെ രാത്രി ഒരു 11 മണിക്കാണ്. രാവിലെ 4 മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത്. അതും അബുദാബിയിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഷാർജയിൽ നിന്ന് അബുദാബിയിലേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ എന്തായാലും വേണം അബുദാബിക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി ഒരു 11 മണി ആ ടൈം ആകുമ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അബുദാബി എത്തുമ്പോൾ ആ ടൈമാവും. പിന്നെ 4 മണിക്കല്ലേ ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എത്താറ് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റായി കുറച്ച്. ഇപ്പോൾ നമ്മൾ അബുദാബിയിലേക്ക് പോകുന്നതാണ് കേട്ടോ. അബുദാബി എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉള്ള ആദ്യത്തെ ഫ്ലൈറ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആ ഫ്ലൈറ്റിൽ ഒരുമിച്ച് പോകാൻ പോകുന്നത്. കാരണം ഞാൻ ഇപ്പോൾ വരുമ്പം പോകുമ്പം അങ്ങനെയെല്ലാം കുട്ടികളും ഞാനും ഒറ്റയ്ക്ക് തന്നെ അധികം ഉണ്ടാവില്ലേ. ഹസ്ബൻഡായിട്ടുള്ള ആദ്യത്തെ ഫ്ലൈറ്റാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു സന്തോഷം എനിക്കുണ്ടായി നാട്ടിൽ പോകുമ്പോൾ. കാരണം ഹസ്ബൻഡും കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഇത്. അല്ലെങ്കിൽ എപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഇല്ലേ പകുതി സന്തോഷം പിന്നെ പകുതി സാഡായിരിക്കും കേട്ടോ. ഇങ്ങനെ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത ആ ടൈമിൽ വരുമ്പോൾ ഇപ്പോൾ അബുദാബി എയർപോർട്ടിലേക്ക് പോകുന്ന ഇടയിലില്ലേ രാത്രി ഫുഡൊന്നും അങ്ങനെ വലിയ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് ഇടയിലൊരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങുന്നതാണ്. രാത്രി ആയതുകൊണ്ട് കുട്ടികളെല്ലാം ഉറങ്ങുമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഉറങ്ങിയില്ലെങ്കിൽ വിശക്കെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കുമല്ലോ. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് അധികം ഫുഡൊന്നും കിട്ടുന്നില്ല അല്ലേ ഇപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ സ്നാക്സിൽ ഞാനെപ്പം കൈമ വെക്കലുണ്ടായിനി. ഇപ്പോൾ കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അത്യാവശ്യം അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നുമല്ല സ്നാക്സ് ഐറ്റംസ് ഉണ്ടാകുന്നില്ലേ അങ്ങനത്തെ കുറച്ചെല്ലാം നോക്കി വാങ്ങുന്നതാണ്. ശരിക്കും ഇപ്പോൾ അബുദാബിയിലേക്ക് ഈ 2 മണിക്കൂർ കാറിൽ തന്നെ ഇരുന്നിട്ടില്ലേ നല്ല ടയേർഡായി. ഇനിയും പിന്നെ 3.5 മണിക്കൂർ 4 മണിക്കൂർ എന്തായാലും ഫ്ലൈറ്റിലും സ്പെൻഡ് ചെയ്യണ്ടല്ലേ. ഇപ്പം തന്നെ പകുതി ടയേർഡായി. ഞാനിപ്പോൾ ഒറ്റയ്ക്കൽ പോകുന്നുണ്ടായിരുന്നെങ്കിലേ കുട്ടികളെ കൊണ്ടെല്ലാം നല്ല ടാസ്ക്കാണ്. ഇങ്ങനെ നമുക്ക് എയർപോർട്ടിലായാലും ഫ്ലൈറ്റിലെല്ലാം പോകുന്ന ടൈമില്ലേ ഒറ്റയ്ക്ക് തന്നെ ആകുമ്പോൾ എപ്പം ഞാനിങ്ങനെ കുറച്ചെല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടാണ് 2 കൊണ്ട് പോകല്. 2 കുറച്ചൊരു ടാസ്ക് തന്നെയല്ലേ നമുക്ക് ഒറ്റയ്ക്ക് പോകുന്ന ടൈമിൽ. ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് ശരിക്കും എനിക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. ഇങ്ങനെ എയർപോർട്ടിലും ഫ്ലൈറ്റിലെല്ലാം കൂടി ഒരാളുണ്ടാകുമ്പോൾ പിന്നെ കുട്ടികളെ നോക്കാനും അപ്പം നമുക്കൊരു പകുതി ഒരു ആശ്വാസമല്ലേ. അതുകൊണ്ട് ഇപ്രാവശ്യം വലിയൊരു പേടി ഉണ്ടായിട്ട് എനിക്ക് ഇന്ന് പോകുന്ന ടൈമിൽ. ഇല്ലെങ്കിൽ കുട്ടികളും കൊണ്ടെല്ലാം ആകുമ്പോൾ ഇല്ലേ നല്ല ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്കെല്ലാം പോകുമ്പം വരുമ്പോൾ എല്ലാം ഉണ്ടാകുന്ന ആ ഒരു ടൈമില്ലേ എനിക്ക് ശരിക്കും എയർപോർട്ടിൽ നിന്നുള്ള സംഭവം എനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഇല്ലേ ഇങ്ങനെ ഒരു പ്രാന്ത് പിടിക്കുന്നൊരു ടൈപ്പാണ്. എല്ലാം ഇങ്ങനെ സ്പീഡാവും. എത്തിക്കും ഞാനിങ്ങനെ ടൈം ലേറ്റായിട്ട് എത്തലും എല്ലാം സ്പീഡിൽ പ്രോസസ്സെല്ലാം നടക്കല. ഇങ്ങനെ നേരത്തെ എത്തലൊന്നുമില്ല. അതുകൊണ്ടില്ലേ എയർപോർട്ടിൽ കാണുമ്പോൾ ശരിക്കും ഇഷ്ടമില്ലാത്തൊരു പ്ലേസാണ് അതിനുള്ളിൽ കയറുമ്പോൾ. പിന്നെ ആ ടൈമിലായിരിക്കും കുട്ടികളെല്ലാം കരച്ചിലും അവരിങ്ങനെ വാലൻ്റ് ആകുന്നതെല്ലാം എയർപോർട്ടിൽ എത്തിയ ടൈമിലായിരിക്കും. പിന്നെ ഉറക്കെല്ലാം ശരിയായില്ലെങ്കിലും പിന്നെ കുട്ടികൾക്ക് വേറെ തന്നെ ഒരു ടൈപ്പല്ലേ. ഇപ്പോൾ ഉറക്കെല്ലാം ശരിയായില്ലെങ്കിൽ ആ ഒരു കരച്ചിലും അങ്ങനെയെല്ലാം ആയിട്ട് നമുക്കും അങ്ങനെയല്ല ഉറക്കൽ ശരിയാവാത്തപ്പം ഈ എയർപോർട്ടിലും ഫ്ലൈറ്റിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ ശരിക്കും ഒരു റിസ്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അബുദാബി എയർപോർട്ടിലേക്ക് എത്താനായി നേരെ കാണുന്നതാണ് കേട്ടോ എയർപോർട്ട്.
എയർപോർട്ടിൽ എത്തിയപ്പാട് തന്നെ ഐശ്വര്യ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അവൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ് ഫ്ലൈറ്റ് കാണാനും ഫ്ലൈറ്റിൽ കയറാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇതാ നാട്ടിൽ പോകുന്നതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റില്ല ഐശ്വര്യമുണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി. നല്ല രസമുണ്ട് കേട്ടോ അബുദാബി എയർപോർട്ട് കാണാൻ. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത്. കാണാൻ വേറെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളിലെല്ലാം നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇമിഗ്രേഷനിൽ കഴിഞ്ഞ് ബോർഡിംഗ് പാസും കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ പിന്നെ ഇവിടെ കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കും. പിന്നെ നല്ല വിശക്കുന്നുണ്ടായിന് ഈ ടൈമിൽ, കാരണം രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് വാങ്ങിയ സ്നാക്സിലുണ്ടായത് ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇനിയും കുറച്ച് ടൈമുണ്ട് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ടൈമായി. അങ്ങനെ ഇപ്പോൾ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നതാണ് കേട്ടോ. നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നുള്ളത്. അധികവും പോകലുണ്ടായത് എയർ ഇന്ത്യയിലെല്ലാം കേട്ടോ. പക്ഷേ ഇപ്പോൾ എയർ ഇന്ത്യനെ വിശ്വസിക്കാൻ വലിയ പാടായതുകൊണ്ട് ഇൻഡിഗോയിലാണ് പോകുന്നുള്ളത്. അധികം ഫാമിലീസ് തന്നെയാണ് കേട്ടോ ഫ്ലൈറ്റിലുണ്ടായത്. അധികവും ഫാമിലിയാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സീറ്റ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും ബാക്കിലാണ്. കാരണം ഇത് ഹെസിലിക്ക് 2 വയസ്സ് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫുൾ ടിക്കറ്റ് അല്ല, അതുകൊണ്ട് ഇപ്പോൾ ബാക്ക് സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതില്ലെങ്കിൽ അധികം ഞാനുണ്ടാകൽ ഫ്രണ്ടിലാണ് കേട്ടോ. 2 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്കെല്ലാം ഫ്രണ്ടിലും സെൻറ്ററിലല്ല സീറ്റ് ഉണ്ടാവല്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ബാക്ക് സീറ്റിലിരിക്കുന്നത്. നല്ല രസമുണ്ടായില്ല ഇങ്ങനെ ബാക്ക് സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിൽ കയറിയപ്പാട് തന്നെ പിന്നെ ഈ സ്നാക്സ് എല്ലാം തിന്നുന്ന തന്നെയാണ് കേട്ടോ ഉണ്ടായത്. ഫുഡ് ഹെവി ആയിട്ട് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിന്. പിന്നെ സ്നാക്സ് എല്ലാം ഇപ്പം തന്നെ കഴിച്ച് തീർത്തതായെല്ലാം. लगी प्रकाशमान पत्तियां आपको निकटतम निकास तक पहुंचने में सहायता करेंगी। आपातकालीन स्थिति में अगर विमान को पानी पर उतरना पड़े तो सीट के नीचे रखी रक्षा जैकेट को पाउच से निकालें और इस तरह सर के ऊपर से पहनें। इमरजेंसी लैंडिंग, slides or slide rafts may be deployed. Please read our safety instruction card on how to use the slides or slide rafts. A safety information card and a communication card.
ഫ്ലൈറ്റിൽ കയറിയപ്പാടന്നെ നമ്മളെല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ ആ ലാൻഡ് ആകുന്ന ടൈമിൽ കുറച്ച് ആ വീഡിയോ എടുത്തത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ആ നാട്ടിലെത്തി, അൽഹംദുലില്ലാ നാട്ടിൽ സേഫായിട്ട് എത്തി. ഇനി നാട്ടിലെ കുറേ വിശേഷങ്ങളിലായിട്ടുള്ള വ്ളോഗായിട്ട് വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.